പെരുവനം മഹാദേവ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെരുവനം മഹാദേവ ക്ഷേത്രം. തൃശ്ശൂരിൽ നിന്ന് തൃപ്രയാർ വഴിയിൽ 12 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ചേർപ്പ് എന്ന അതിമനോഹരമായ ഗ്രാമത്തിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരുമഹർഷിയുടെ തപസ്സുകൊണ്ട് ധന്യമായ വനം പുരുവനം എന്നും കാലക്രമേണ പെരുവനം എന്ന പേരിലും പ്രസിദ്ധമായി തീർന്നത്രേ. പെരുമാൻ കുടികൊണ്ട സ്ഥലം പെരുമനം എന്ന് മറ്റൊരു വ്യാഖ്യാനവുമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ചേർന്നു ഭരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വലിയ കൂത്തമ്പലം കാണാം. അടുത്ത കാലം വരെ എല്ലാ കൊല്ലവും മിഥുനം 20 തുടങ്ങി ചിങ്ങം 1 വരെ ചാക്യാർ കൂത്തു നടന്നിരുന്ന അമ്പലമായിരുന്നു ഇത്. പണ്ട് പരശുരാമൻ കേരളത്തെ 64 ഗ്രാമങ്ങളായി വിഭജിച്ചു എന്നാണല്ലോ ഐതിഹ്യം. അതിൽ പ്രധാനവുമായിരുന്നു പെരുവനം ഗ്രാമം. പെരുവനത്തെ പ്രധാന ഉപാസനാമൂർത്തി ഇരട്ടയപ്പനാണ്. പടിഞ്ഞാറു ദർശനം. 2 ശിവന്മാർ ചേർന്നാണ് ഇരട്ടയപ്പൻ ഇരുന്നരുളുന്നത്. പീഠത്തിൽ വലിയ ശിവലിംഗം, അടുത്തത് ചെറിയത് മറ്റൊന്നും. ഇരട്ടയപ്പ സങ്കല്പം ഈ 2 പ്രതിഷ്ഠകളെയും ചേർത്താണ്. മാടത്തിലപ്പൻ. ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്ത് 100ഓളം അടി ഉയരത്തിൽ മാടത്തിലപ്പൻ്റെ ശ്രീകോവിൽ 3 നിലയിലായി കാണാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിലാണ് മാടത്തിലപ്പൻ്റേത്. ബദരീനാഥിനടുത്തുള്ള ഒരു തടാകത്തിൽ നിന്നു ലഭിച്ച ശിവലിംഗം പുരുമഹർഷി പെരുവനത്തെ ഒരു ആലിൻ മുകളിൽ വെച്ചു എന്നും പിന്നീട് അത് എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ഉറച്ചുപോയതായി കണ്ടു എന്നും വിശ്വസിക്കപ്പെടുന്നു. ആ സ്ഥാനത്തിനാണത്രേ മാടത്തിലപ്പൻ്റെ പ്രതിഷ്ഠ. മാടത്തിലപ്പനും പടിഞ്ഞാറോട്ടാണ് ദർശനം. 26 പടവുകൾ കയറി വേണം ശ്രീകോവിലിലെത്താൻ. അതിനാൽ ഭക്തർക്ക് സോപാനപ്പടികൾ കയറി വേണം ദർശനം നടത്താൻ. മാടത്തിലപ്പനെ തൊഴുതിറങ്ങിയാൽ നാലമ്പലത്തിൻ്റെ തെക്കേ അറ്റത്ത് പുരുമഹർഷിയുടെ പ്രതിഷ്ഠ കാണാം. കിഴക്കുദിശ ഒഴിച്ച് 3 ദിക്കിലും ഗോപുരങ്ങളുണ്ട്. കിഴക്കുഭാഗത്ത് ഗോപുരത്തറ മാത്രമേ കാണുന്നുള്ളൂ. അഗ്നിക്കിരയായതാണെന്നാണ് പറയപ്പെടുന്നത്. പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള ക്ഷേത്രമാണിത്. പ്രസിദ്ധമായ പെരുവനം പൂരം ആരംഭിച്ചത് ക്രിസ്തുവർഷം 583 വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ തൊഴുന്നതിന് ഒരു പ്രത്യേക ചിട്ടയുണ്ട്. കേരളത്തിലെ പ്രശസ്തനായ മേളവാദ്യ കലാകാരനായ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ സ്വദേശം കൂടിയാണിവിടം. കിഴക്ക് വശത്തുള്ള ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മനോഹരമായ ഒരു ക്ഷേത്രക്കുളത്തിലെത്താം. ബയലേലകളുടെ തണുത്ത കാറ്റുകൊണ്ട് കുറച്ചു നേരം ഈ ക്ഷേത്രക്കടവിൽ ഇരിക്കാം. അങ്ങ് ദൂരെ കാണുന്നത് ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ബണ്ട് പൊട്ടി വെള്ളം കയറി കിടക്കുന്നു. ഇല്ലെങ്കിൽ വയൽവരമ്പിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ആ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം.